സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയുമെന്നുമെന്നുമനന്യനെ വന്ദനം വന്ദനമേ. സുഭാഷിതം. ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. സോ ദ ലാസ്റ്റ് വിൽ ബി ഫസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് വിൽ ബി ലാസ്റ്റ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ വാക്കുകൾ മത്തായിയുടെ സുവിശേഷം 19:30 വാക്യത്തിലും 20 അധ്യായത്തിന്റെ 16 വാക്യത്തിലും കാണാൻ കഴിയുന്നു. 19 അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പത്രോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അവിടെ യേശുവിന്റെ ശിഷ്യന്മാർക്ക് മാത്രമല്ല, യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ നാമത്തിന് വേണ്ടി സകലവും വിട്ട് അനുഗമിച്ചവർക്കും ലഭിക്കുവാൻ പോകുന്നതിനെ കുറിച്ച് 29 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞത്, എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമാകുമെന്ന്. ഒരുപക്ഷെ അതിനുള്ള ഒരു വിശദീകരണമായിട്ടായിരിക്കാം 20 അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം എന്നുള്ള ഉപമ പറയുന്നത്. 2 വാക്യത്തിൽ വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു എന്നാണ്. 3 മണി നേരത്തും 6 മണി നേരത്തും 9 മണി നേരത്തും 11 മണി നേരത്തും വേലക്കാരെ അയച്ചു. സന്ധ്യയായപ്പോൾ അവർക്ക് കൂലിയും വിതരണം ചെയ്തു. ഏറ്റവും അവസാനം വന്നവർ 1 മണി നേരം മാത്രമേ ജോലി ചെയ്തുള്ളൂ എങ്കിലും അവർക്ക് ലഭിച്ച കൂലി ദിവസം മുഴുവൻ ജോലി ചെയ്ത വേലക്കാരോട് തുല്യമായിരുന്നു. അതിൽ നീരസപ്പെട്ടവനോട് പറയുന്നു, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകുമെന്ന് കർത്താവ് തെളിയിക്കുന്നു. ഈ ഉപമയെക്കുറിച്ച് വേദപണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സ്വർഗരാജ്യത്തിലെത്തുന്ന ഇസ്രായേൽ ജനതയ്ക്കും ജാതികളിൽ നിന്ന് കർത്താവിനെ വിശ്വസിച്ച് വരുന്നവർക്കും രക്ഷ എന്നുള്ളത് ഒരുപോലെയാകുന്നു. മനുഷ്യർ കൂടുതൽ അധ്വാനിച്ചതുകൊണ്ട് രക്ഷ നേടിയെടുക്കാവുന്നതല്ല. നിത്യജീവൻ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന ദാനമാകുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും സമർത്ഥമായ കൃപ നൽകുന്നു. ദീർഘകാലം കർത്താവിനെ സേവിച്ചവർക്കും ചുരുങ്ങിയ കാലം കർത്താവിനെ സേവിച്ചവർക്കും രക്ഷ ഒരുപോലെ തന്നെ. ദൈവത്തിന് മുഖഭിക്ഷമില്ല. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നാകുന്നു. നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിന്റെ ഒരു ഭാഗം വീതം ലഭിക്കും എന്നല്ല പറഞ്ഞത്, സ്വർഗരാജ്യം ലഭിക്കും എന്നത്രേ. പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ വീണ്ടെടുപ്പിനും നിത്യജീവനും പുറമെ തന്റെ മക്കൾക്ക് അവരുടെ വിശ്വസ്തതയ്ക്കായി നൽകുവാൻ തക്ക പ്രതിഫലം കർത്താവിന്റെ പക്കൽ ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം 22:12 രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഗലാത്യർ 3 അവസാന ഭാഗം വായിക്കുന്നത്, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ.
കർത്താവിന്റെ ദയയും കരുണയും മഹാമനസ്കതയിലും ആശ്രയിച്ച് നിത്യജീവനെ പ്രാപിക്കുവാനും സ്വർഗരാജ്യത്തിലെത്തുവാനും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകനേ രാജാധിരാജാവൂ നീ, രാജാധിരാജാവൂ നീ, രാജാധിരാജാവൂ നീ, എന്നും കർത്താധി കർത്താവൂ നീ, ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ.